സ്വഭാവവും ശീലവും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചം ഉണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പം ഉണ്ടാവൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാം നമ്മൾക്ക് ലഭിച്ചു എന്ന് വരില്ല. എന്നാൽ കാലം നമുക്ക് വേണ്ടി കരുതിവെച്ച ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറം സന്തോഷം നമ്മളെ തേടി വരും. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നുള്ളത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനും ആകുകയില്ല. ഒരാളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അയാൾ എന്തൊക്കെ സമ്പാദിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അവ നേടിയെടുക്കാൻ അയാൾ എന്തു വില കൊടുത്തു എന്നതുകൂടി കണക്ക് കൂട്ടേണ്ടേ? പരസ്യമാക്കാനൊക്കെ കഴിയുന്നത് നിർവഹിക്കാൻ സമ്പാദിച്ചവ മാത്രമേയുള്ളൂ. അത് സമ്പത്ത് ആണെങ്കിലും അതുപോലെ തന്നെ സന്തോഷമാണെങ്കിലും. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസം എന്നാൽ ബന്ധങ്ങളുടെ ആത്മാവാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടും ഉള്ളവരും ആയി സഹകരിക്കരുത്. കാരണം അത് വേദന സമ്മാനിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്. കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമുണ്ടാകില്ല. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങളവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. പണം കൊണ്ട് ക്ലോക്ക് വാങ്ങാം, പക്ഷേ നേരം വാങ്ങാൻ കിട്ടില്ല. പണം കൊണ്ട് പുസ്തകം വാങ്ങാം, പക്ഷേ അറിവ് വാങ്ങാൻ പറ്റില്ല. പണം കൊണ്ട് രക്തം വാങ്ങാം, പക്ഷേ ആയുസ്സ് വാങ്ങാൻ പറ്റില്ല. പണം കൊണ്ട് പദവി നേടാം, പക്ഷേ ആദരവ് നേടാൻ കഴിയില്ല. പണം കൊണ്ട് വീട് വാങ്ങാം, പക്ഷേ ഒരിക്കലും സ്നേഹമുള്ള കുടുംബം നേടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തനാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. അവിടെ എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു പുരുഷൻ നിങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അവൻക്ക് നിങ്ങളോട് വളരെയധികം കരുതൽ ഉണ്ടെന്നാണ്.
പോയത് പോയി, വരാനുള്ളത് വരും. ഇതിൻ്റെ രണ്ടിനെയും ഇടയിലുള്ളതാണ് കാര്യം. ഹാപ്പിനെസ് ഇൻ ദാറ്റ് മൂമെൻറ്റ്. എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കാം. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചും അയാൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ നിങ്ങൾ അയാൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാതെ കടന്നു പോവുക എന്ന് പഠനങ്ങൾ പറയുന്നു. നീ അത് ചെയ്യാം, അത് മാത്രം ഇപ്പോൾ, അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്ന് നിനക്ക് തിരിച്ചറിയും. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. വികാരനിർഭരമായി പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീ ഒരിക്കലും മറക്കുകയില്ല എന്ന് പഠനങ്ങൾ പറയുന്നു. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും, മുറിവുകളുണ്ടാകും, തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക. സമയമെടുക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. മനുഷ്യൻ അവനു കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തരല്ലാതെ ജീവിതം മുഴുവൻ നമ്മൾ നമ്മളിൽ നിന്നും മാറി മറ്റൊരാൾ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്യസന്ധമായ നമ്മുടെ വ്യത്യാസങ്ങളെ പരിപാലിക്കാൻ പഠിക്കണം. മൗനം ഒരു ഭാഷയാണ്. ചിലപ്പോഴൊക്കെ അതിനർത്ഥം ദേഷ്യം എന്നാണ്, ചിലപ്പോൾ സ്നേഹം എന്നും. ചില മൗനങ്ങൾ മടുത്തു എന്ന് പറയുന്ന ഏറ്റുപറച്ചിലുകളാണ്. ഇടയ്ക്കൊക്കെ മൗനം എന്നാൽ നീ തന്നെ മിണ്ടിത്തുടങ്ങണം എന്ന വാശിയാണ്. മൗനത്തിന് ഇങ്ങനെ 1000 അർത്ഥങ്ങളാണ്. മനസ്സ് അറിയുന്നവർക്ക് എളുപ്പമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയില്ലാത്ത ഒരു തരം ഭാഷയാണ് മൗനം എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. നിങ്ങളത് എങ്ങനെ ചിലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, അതോ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ? നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ, അതോ നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക? ഒരേയൊരു ജീവിതമേ ഉള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. ജീവിതം സന്തോഷമാവും. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.